മുഖ്യമന്ത്രിയെ കണ്ടുമ്പോൾ നമുക്ക് മനസ്സിനൊരു ആശ്വാസം തരുന്ന ഒരു വാക്ക്. കാരണം അദ്ദേഹം കയറി വന്നപ്പോൾ എനിക്ക് ആ ബുദ്ധിമുട്ടിയാണ് ഞാൻ അവിടെ വരെ. എന്തിനാണ് ഇവിടെ വരെ വന്നത്, ഞാൻ വീട്ടിലോട്ട് വന്ന് കാണത്തില്ലായിരുന്നു. അതൊക്കെ നിങ്ങൾ കേട്ടതല്ലേ. ആ ഒരു വാക്കുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി എനിക്ക് മരിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. ഞാൻ മരിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം എനിക്ക് വേദന സഹിക്കാൻ പറ്റത്തില്ല. അന്നത്തെ ബാധ്യത എത്രയാണ്? അന്ന് എനിക്കൊരു 5 കോടി രൂപയുടെ നഷ്ടമുണ്ട്. 1 രൂപ പോലും കിട്ടിയിട്ടില്ല. ഇല്ല, 1 രൂപ പോലും വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി എന്റെ കിട്ടിയിട്ടില്ല. ചേർത്ത് പിടിച്ചില്ലേ? ചേർത്ത് പിടിച്ചു. എനിക്ക് 4th സ്റ്റേജ് ക്യാൻസർ. കീമോ എടുക്കണം, റേഡിയേഷൻ എടുക്കണം. അപ്പം ഞങ്ങളുടെ റേഷൻ കാർഡ് എന്നൊക്കെ പറഞ്ഞാൽ ബിസിനസ് കാറ്റഗറി ആയതുകൊണ്ട് RCCയിലെ O കാറ്റഗറിയാണ്. പ്രതീക്ഷ ഉണ്ടോ? അത് തന്നെയല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ ഉറപ്പല്ലേ പറഞ്ഞിരിക്കുന്നത്, ഞാനത് പരിഹരിക്കും. ഞാനിപ്പോൾ നിൽക്കുന്ന റാന്നിയാണ്. ചേട്ടന്റെ പേര് എബി സ്റ്റീഫൻ എന്നാണ്. ഒരു വ്യാപാരിയാണ്. 7ഓളം സ്ഥാപനങ്ങളുള്ള ഒരു വ്യാപാരിയാണ്. 2018 പ്രളയത്തിൽ 7 കോടി രൂപയാണ് ഈ മനുഷ്യന് നഷ്ടം സംഭവിച്ചത്. നാളെ ഇതുവരെയായിട്ട് 1 രൂപ പോലും സർക്കാരിൽ നിന്നും ധനസഹായം കിട്ടിയിട്ടില്ല. ഈ 7 സ്ഥാപനങ്ങൾ പലതും നിർത്തേണ്ടി വന്നു. ഒരു വല്ലാത്ത സാഹചര്യം. ക്യാൻസർ 4th സ്റ്റേജാണ്. ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. സത്യം പറഞ്ഞാൽ വേദന കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ഈ മനുഷ്യൻ വയ്യാങ്കിലും മുഖ്യമന്ത്രി ശ്രീ VD സതീശനെ കാണാൻ റാന്നിയിൽ വന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരിച്ചുള്ള വാക്കുകൾ ഹൃദയസ്പർശിയായിരുന്നു. തീർച്ചയായിട്ടും. എന്തായാലും അത് വലിയൊരു ആശ്വാസമാണ് ചേട്ടന് നൽകുന്നത്. പ്രതീക്ഷ ഉണ്ടില്ലേ ചേട്ടാ? തീർച്ചയായിട്ടും. സർക്കാർ അവിടെ വരണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, വീട്ടിൽ വരാമെന്ന് പറഞ്ഞപ്പം തന്നെ, വീട്ടിലോട്ട് ഞാൻ വന്നേനായിരുന്നു എന്ന് പറഞ്ഞപ്പം തന്നെ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഇപ്പൊ സർക്കാർ എനിക്ക് അന്ന് കണക്കാക്കിയിരിക്കുന്നത് 2.25 കോടി രൂപയാണ്. ആ 2.25 കോടി രൂപ അതിങ്ങ് കിട്ടിയാൽ മതി, നമ്മുടെ പ്രശ്നം പരിഹരിക്കും. എനിക്ക് 4th സ്റ്റേജ് ക്യാൻസർ. കീമോ എടുക്കണം, റേഡിയേഷൻ എടുക്കണം. അപ്പം ഞങ്ങളുടെ റേഷൻ കാർഡ് എന്നൊക്കെ പറഞ്ഞാൽ ബിസിനസ് കാറ്റഗറി ആയതുകൊണ്ട് RCCയിലെ O കാറ്റഗറിയാണ്. അതിന് ഭയങ്കര റേറ്റ് ആണ്. നമ്മളെ കൊണ്ട് അതിന് പറ്റുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ 12-ാം തീയതി റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനുള്ള ഭീമമായൊരു തുക ഇപ്പം വേണം. അതുകൂടാതെ ഇപ്പം 2018 ശേഷം 3 കടയ്ക്ക് ലോൺ എടുത്തായിരുന്നു. 2018 എനിക്ക് 7 കടയായിരുന്നു. എനിക്കും എൻ്റെ വൈഫിനും അമ്മയുടെയും പേരിലായിട്ട്, ഞങ്ങളുടെ 3 പേരുടെയും പേരിലായിട്ട് 7 കടകളായിരുന്നു. അതുകൂടാതെ വീടും വെള്ളം കയറി. വീട്ടിൽ ഒരുപാട് നാശനഷ്ടം ഉണ്ടായി. ഓർക്കാപ്പുറത്തായിരുന്നു, നിന്ന നിപ്പിലായിരുന്നു വെള്ളം കയറിയത്. ഇത് വെള്ളം തന്നെയല്ല അന്ന് കയറിയത്, ചെളിയുമായിരുന്നു. ഇതിനകത്തൊക്കെ ഒരു 3 അടി ഹൈറ്റിൽ ചെളിയായിരുന്നു. അതിനുശേഷം 1 വർഷക്കാലം ഇത് അടച്ചിട്ടിരിക്കുകയായിരുന്നു, ഈ തുണിക്കട. പിന്നെ ഞങ്ങളുടെ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി. എന്തായാലും കൊള്ളാം, മലങ്കര കത്തോലിക്ക സഭ, അവരുടെ ക്ലീമീസ് ബാവ, കുർലോസ് തിരുമേനിയും ഇവർ 2 മുൻകൈ എടുത്ത് എനിക്ക് ഈ സ്ഥാപനം അവരിട്ട് തന്ന്. അതിൻ്റെ പൈസ എല്ലാവരാണ്. അന്നത്തെ ബാധ്യത എത്രയാണ്? അന്ന് എനിക്കൊരു 5 കോടി രൂപയുടെ നഷ്ടമുണ്ട്. 1 രൂപ പോലും കിട്ടിയിട്ടില്ല. ഇല്ല, 1 രൂപ പോലും വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി എന്റെ കിട്ടിയിട്ടില്ല. പിന്നെ ഞാനൊരു ഹൈക്കോടതിയിലൊരു നഷ്ടപരിഹാര കേസ് ഫയൽ ചെയ്തിരുന്നു. ആ കേസിൽ കോടതി സർക്കാരിനോട് നഷ്ടം എത്രയാണെന്ന് ചോദിച്ചപ്പം സർക്കാരിൻ്റെ കണക്കും പ്രകാരം 2.25 കോടിയുടെ നഷ്ടം ഉണ്ടെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. എനിക്ക് ആ നഷ്ടപരിഹാരം എനിക്ക് തന്നാൽ മതി. നമുക്ക് ശാരീരികമായി ചേർന്ന് നടക്കാനോ ഇരിക്കാനോ വയ്യ. കാലിൽ ബലമില്ല ചേട്ടാ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത് തന്നെയല്ല, ബ്ലീഡിങ് ഉണ്ട്. ഞാൻ ഇത് അറിയാതിരിക്കാനുള്ള പാടൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പോകുന്നത്. എനിക്കൊരു സർജറി കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് മറ്റു ഭാഗത്തിലോട്ടൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട്. 4th സ്റ്റേജ് ബോണയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആ വേദന നിങ്ങൾക്ക് അറിയാം. അത് തന്നെയല്ല, എനിക്ക് ഫുഡ് വേണ്ട. ഫുഡ് കഴിച്ചാൽ അവിടെ ഞാൻ 2 പ്രാവശ്യം വൊമിറ്റ് ചെയ്തായിരുന്നു. നമുക്കൊരു വയ്യാഴി അല്ലെ ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങളാണെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് കളിയാക്കാൻ നല്ല ഒരു നല്ല വാക്ക് പറയുമ്പോൾ അത് നമുക്ക് അത് ഭയങ്കര നമുക്ക് ആശ്വാസം. പ്രതീക്ഷ ഉണ്ടോ? അത് തന്നെയല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ ഉറപ്പല്ലേ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ ഇല്ലാത്ത കാശ് മുടക്കി കോടതിയിലൊക്കെ പോയി ഇതിനെ ചലഞ്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. എന്തായാലും പുതിയ സർക്കാർ എന്തെങ്കിലും ചേട്ടന് ധനസഹായം കൊടുക്കുമെന്നുള്ള വലിയ വിശ്വാസത്തിലാണ്. എന്തായാലും അത് ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞങ്ങൾ.